ഗുഡ് മോർണിംഗ്. നമ്മൾ മൂന്നാം പാഠം എടുക്കുക. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഈ +1 ഫിസിക്സിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കാണേണ്ട കുറച്ച് വീഡിയോസ്, അതായത് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, കുറച്ച് മെത്തേഡുകൾ, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, പിന്നെ കുറച്ച് ജനറൽ ഐഡിയാസ് ഓഫ് ഗ്രാഫ്, ട്രിഗണോമെട്രി, പിന്നെ നമ്മുടെ സൂപ്പർ സാധനം വെക്ടർ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഐഡിയക്കായിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ടാക്കി നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ അറിഞ്ഞാൽ ഗുണം അറിയോ, നമുക്ക് ഇനി പഠിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ബാക്ക് പോയി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടിട്ട് വന്നിട്ട് വീഡിയോ കാണാനിരിക്കും കേട്ടോ. നമുക്കൊരു നവംബർ ആദ്യത്തോടു കൂടി ക്ലാസ് തുടങ്ങാൻ പറ്റുമായിരിക്കും. അതിനുമ്പ് നമുക്ക് 3, 4, 5 ചാപ്റ്ററുകൾ യൂട്യൂബിൻ്റെ സഹായത്താൽ നമുക്ക് പഠിക്കാം. അപ്പം നോട്ട് എഴുതിയെടുക്കണം, നല്ല സ്ലോ ആയിട്ടാണ് ക്ലാസ് എടുക്കുക, പേടിക്കേണ്ട. ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് പരിധിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ നമ്മുടെ മുമ്പിലില്ലല്ലോ, നിങ്ങളൊക്കെ വീട്ടിലല്ലേ ഇപ്പോൾ. നിങ്ങൾ മുമ്പിലുണ്ടെന്ന് വിചാരിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം അതിന് കുറച്ച് പോരായ്മകളുണ്ടാവും. ചിലപ്പോൾ അറിയാതെ ഇവിടെ ബോർഡ് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നിങ്ങൾ മുമ്പിലുണ്ടായിരുന്ന നമുക്കത് പറഞ്ഞു തരുമായിരുന്നു. ചിലപ്പോൾ ഒരേ കാര്യം പറഞ്ഞത് തന്നെ ചിലപ്പോൾ മാറിപ്പോയേക്കാം. തിരുത്താനായിട്ട് നിങ്ങളിപ്പോൾ നമ്മുടെ അടുത്തില്ല. അപ്പം അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട്. നിങ്ങൾ സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറാൻ തക്കവണ്ണം പക്വതയായി +1 എത്തി. അപ്പം അതിൻ്റെതായ ബോധ്യത്തോടുകൂടി ക്ലാസ് ഇരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് ചെയ്തെടുക്കുക. ഡൗട്ടുള്ളതൊക്കെ അപ്പം മാർക്ക് ചെയ്തോ, ഞാൻ തന്നെ പറഞ്ഞു തന്നേക്കാം. ക്ലാസ് വന്നെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല പറഞ്ഞിരുന്നതിനായിട്ട്. മൂന്നാം പാഠത്തിന്റെ പേര് മോഷൻ ഇൻ എ സ്റ്റേറ്റ്. അപ്പൊ നാലാം പാഠത്തിന്റെ പേരോ? നാലാം പാഠത്തിന്റെ പേരെന്നാ? മോഷൻ ഇൻ എ പ്ലെയിനോ, അങ്ങനെ കണ്ടല്ലേ. അഞ്ചാം പാഠം എന്നാ ലോസ് ഓഫ് മോഷൻ. ആറാം പാഠം എന്നാ വർക്ക് പറയാം, അത് ഒഴിവാക്കുക. ഏഴാം പാഠം എന്നാ റൊട്ടേഷണൽ മോഷൻ. സംശയം, അതൊക്കെ നല്ലതില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഈ പാഠത്തിന്റെ ഒക്കെ പേരിൽ ഒരു വാക്കുണ്ട്. എന്നതാ? മോഷൻ. എന്താ മോഷൻ? നിങ്ങൾ ഈ ലെൻസ്, മിറർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എടാ, നമ്മുടെ ഈ കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് മിറർ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനം പഠിച്ചിട്ടില്ലേ? അതായത് മിറർ, ലെൻസ്, അതിന്റെ കുറെ പ്രോപ്പർട്ടീസ്. അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ ഫിസിക്സ് ഒരു പ്രത്യേക ബ്രാഞ്ച് തന്നെയുണ്ട്. എന്നതാ? ഓപ്റ്റിക്സ്. കേട്ടിട്ടുണ്ടോ? നമ്മൾ ആ ബ്രാഞ്ചിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഈ മോഷൻ എന്ന് പറയുന്ന ഈ കുഞ്ഞു ടോപ്പിക്കില്ലേ, മോഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടോപ്പിക്കാണ് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? മോഷൻ എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഫിസിക്സിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, അതാണ് മെക്കാനിക്സ്. Mechanics is the branch of physics which deals with the cause and effects of motion of a particle, അല്ലെങ്കിൽ point object, അല്ലെങ്കിൽ rigid body. എന്നാൽ ഈ പോയിന്റ് ഒബ്ജക്റ്റ്, റിജിഡ് ബോഡി എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാം, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യും. ഈ മെക്കാനിക്സിന് 2 സ്ട്രീമുണ്ട്. ഒന്ന് കൈനമാറ്റിക്സ്. ഒരു വാക്കണേ, കൈനമാറ്റിക്സ്. മോഷൻ. കൈ എന്ന് പറഞ്ഞ കൈന, മോഷൻ. മാറ്റിക്സ്, മാക്സ്. അതായത് മോഷനിലെ മാക്സ് കൊണ്ടുവരുന്ന പരിപാടി. അവിടെ കേട്ടെ കൈനറ്റിക്സ്. രണ്ടാമത്തെ ബ്രാഞ്ച്, രണ്ടാമത്തെ സബ് ബ്രാഞ്ച് എന്ന് വേണേൽ വിളിക്കാം, കൈനറ്റിക്സ്. അപ്പൊ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഫിസിക്സിലെ ഒരു ബ്രാഞ്ചാണ് മോഷനെ കുറിച്ച്. മോഷന്റെ കോസിനെയും എഫക്റ്റിനെയും കുറിച്ച്. കോസ് ആൻഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഇഫക്ട്സ്. പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ചോളാം നിങ്ങൾ. കൈനമാറ്റിക്സ് എന്ന സംഭവം എന്ന് വെച്ചാൽ നോക്കിയോ, ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനാണ്, അതായത് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രതലം. ഇവിടെ ഞാൻ
ഭയങ്കര സ്മൂത്ത് ആട്ടോ, അധികം ഫ്രിക്ഷൻ ഒന്നുമില്ല. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളം മീഡിയംകാരെ ഘർഷണം എന്ന് പറയുന്നത് നമ്മൾ തെന്നിപ്പോകുന്ന ഫ്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥ. ഇവിടെ ഒരു സാധനം കൊണ്ട് വെച്ചേക്ക് ഇത്ര ചെലവല്ലേ ഉള്ളൂ, അപ്പോൾ അത് അനങ്ങാണ്ട് ഇരിപ്പുണ്ട് അവിടെ. ഞാൻ മെല്ലെ ഒരു തട്ട് കൊടുക്കും, ഇവിടെ ഫ്രിക്ഷൻ ഇല്ല കേട്ടോ, ഫ്രിക്ഷൻ വളരെ കുറവാണ്. അപ്പൊ ഈ സാധനം എന്ത് ചെയ്യും? ഉരുണ്ട് വരും. അപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ ബോർഡിൽ നിന്ന് ഇടിക്കും, ബോർഡ് തെറിച്ചു ഇവിടെ ഇടിക്കും, ഇടിച്ചിട്ട് ഈ ബോൾ എന്ത് ചെയ്യും? ബോൾ തെറിച്ചു ഇങ്ങോട്ട്. കൈനമാറ്റിക്സ് എന്ന ബ്രാഞ്ചില് അല്ലെങ്കിൽ ഞാൻ ആദ്യം ഈ ബോഡിയെ കുറിച്ച് പഠിക്കുക. ഈ ബോഡിയെ കുറിച്ച് അപ്പൊ ഈ ബോഡീനെ ഞാൻ എങ്ങനെയാ ഈ ബോഡി അനക്കിയേ? ഞാൻ ഒന്ന് തട്ടുമല്ലോ ചെയ്തേ അല്ലേ? എത്ര ശക്തിയിലേ തട്ടിയേ എന്നൊന്നും പഠിക്കില്ല. പകരം ഇവർ ഇവിടെ നിന്ന് എത്ര സ്പീഡ് വന്നോ ഇവിടെ എത്തിയപ്പോ എത്ര സ്പീഡ് കിട്ടിയോ? സ്പീഡ് കൂടാൻ വഴിയുണ്ട്, കാരണം ഗ്രാവിറ്റി പിടിച്ച് വലിക്കുമല്ലോ. നമ്മളൊരു കല്ലെടുത്ത് താഴേക്ക് മെല്ലെ ഇട്ടാൽ ഇവിടെ സ്പീഡ് കുറവായിരിക്കും, താഴെ എന്തോറും സ്പീഡ് കൂടി കൂടി വരുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ് സ്പീഡ് കൂടുന്നത്. ആക്സിലറേഷൻ അതൊക്കെ തന്നെ സാറേ പഠിക്കാം. അപ്പൊ എന്തിനാവട്ടെ, ഇവൻ ഇവിടെ നിന്ന് ഈ കല്ല് വന്നിട്ട് താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്പീഡ് കൂടി. ഞാൻ എന്നാ പഠിക്കുന്നത്? കൈനമാറ്റിക്സ്. ഞാൻ എന്നാ പഠിക്കുന്നത്? ഇവിടെ എത്രയായിരുന്നു സ്പീഡ്, ഇവിടെ എത്രയായിരുന്നു സ്പീഡ്. ആക്സിലറേഷൻ ഉണ്ടോ? ആക്സിലറേഷൻ ഉണ്ട്. ആരാ തട്ടിയെ, എപ്പോഴാ തട്ടിയെ, എന്തിനാ തട്ടിയെ, എത്ര ഫോഴ്സിലാണോ തട്ടിയെ എന്നൊന്നും പഠിക്കുന്നില്ല. കോസ് ഓഫ് മോഷൻ, മോഷന് കാരണമായതിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നില്ല. ഇനി ഈ ബോളിന്റെ കാര്യം എടുത്താലോ? ഈ ബോൾ ഇവൻ വന്നൊരു ശക്തിയായിട്ട് ഇടിയിടിച്ചപ്പോഴാണ് ഈ ബോൾ ഇവിടെ തെറിച്ചു വീണത്. ഞാൻ കൈനമാറ്റിക്സ് ബ്രാഞ്ചിൽ അല്ലെങ്കിൽ കൈനമാറ്റിക്സ് എന്ന ഈ പരിപാടിയിൽ ഞാൻ ആര് വന്ന് ഇടിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പകരം ഈ ബോൾ ഇവിടുന്ന് എത്ര സ്പീഡിൽ ഇങ്ങോട്ട് പോയി, എപ്പോൾ നിന്നു, എത്ര ആക്സിലറേഷൻ ഉണ്ട്, സ്പീഡ് കുറയുവാണെങ്കിൽ ഡിസർവേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ റീടാർഡേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് മാത്രം പഠിക്കും, കാരണത്തെക്കുറിച്ച് ഞാൻ പഠിക്കില്ല. അപ്പൊ കൈനമാറ്റിക്സിൽ ഞാൻ we don't consider the cause of motion. കൈനറ്റിക്സിൽ നമ്മൾ കോസും എഫക്റ്റും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഇതാണ് ഈ രണ്ട് ബ്രാഞ്ചിന്റെ പ്രത്യേകത. നമ്മുടെ 3ഉം 4ഉം പാഠങ്ങളിൽ നമ്മൾ ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഈ കോസോ കാരണം ഒന്നും പഠിക്കുന്നില്ല. ഒരു ബോഡി, ഒരാൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴേക്ക് വീണു. നമ്മൾ ഇവിടുത്തെ വെലോസിറ്റി എത്ര ശക്തി ഒന്ന് ഇടിച്ചു എന്ന കാര്യങ്ങൾ പഠിക്കുന്നുള്ളൂ. ആരെപ്പം എത്ര ശക്തിയിൽ അടിച്ചു എന്നും പറയുന്നില്ല. ഒരു ബോൾ വെച്ചേക്കുക, ഒരുത്തൻ ഓടി വന്ന് ഒറ്റത്തൊഴി ബോൾ പൊങ്ങിപ്പോയി ഇവിടെ വരെ വന്നു. നമ്മൾ 4ാം പാഠത്തിൽ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു മോഷനെ കുറിച്ച് പഠിക്കും. പ്രൊജക്ടൈൽ മോഷൻ എന്നാണ് അതിന്റെ പേര്. നമ്മൾ ഇവിടുത്തെ ബോഡീന്റെ സ്പീഡ് പഠിക്കും, ഇവിടുത്തെ ബോഡിയുടെ സ്പീഡ് കണക്കൂട്ടും, കാൽക്കുലേറ്റ് ചെയ്യും, എത്രത്തോളം ദൂരം സഞ്ചരിച്ചു, എത്രത്തോളം ഹൈറ്റ് പൊങ്ങി എന്നൊക്കെ നമ്മൾ പഠിക്കും. കൈനമാറ്റിക്സ് ആര് വന്നു, എപ്പോ വന്നു, എത്ര ശക്തിയിൽ തുഴിച്ചു എന്നൊന്നും നമ്മൾ പഠിക്കില്ല. അതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും 5ാം പാഠത്തിൽ ലോസ് ഓഫ് മോഷൻ, ചലന നിയമം, ന്യൂട്ടന്റെ 3-4 നിയമമൊക്കെ പഠിക്കും. പിന്നെ വർക്ക്, എനർജി, പവർ. ഇങ്ങനെ ഇത്ര മോഷനിൽ ഇത്ര സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവന് ഇത്ര എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ശക്തിയിൽ ഇവനെ ഇടിച്ചു കഴിഞ്ഞാൽ ഇവന് ഇത്ര എനർജി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിന്റെ പവർ എത്രയാണ്, അല്ലെങ്കിൽ ചെയ്ത ആള് ശരീരത്തിൽ എത്ര പവർ ഉണ്ടാവും, ഇത്ര പവർ ഉപയോഗിച്ചു എന്നോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കൈനറ്റിക്സിൽ മോഷനെ കുറിച്ച്. കേട്ടോ? അപ്പൊ 2 ബ്രാഞ്ച് ഉണ്ട് മെക്കാനിക്സിൽ. മെക്കാനിക്സിൽ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? മോഷൻ. 4-5 ചാപ്റ്റർ ഉണ്ട് മോഷനെ കുറിച്ച് പഠിക്കാനായിട്ട്. മോഷനകത്ത് ഈ മോഷൻ പഠിക്കാൻ വേണ്ടി 2 സബ് ബ്രാഞ്ച് ഉണ്ട്, കൈനമാറ്റിക്സും കൈനറ്റിക്സും. കൈനമാറ്റിക്സിൽ നമ്മൾ കാരണത്തെ കുറിച്ച് പഠിക്കുന്നില്ല, കൈനറ്റിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഈ 3ാം പാഠത്തിന്റെ പ്രത്യേകത യൂസ് ആൻഡ് ത്രോ എന്ന് വേണേൽ പറയാം. നമ്മൾ 4, 5, 6 പാഠങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇവനെ ഉപയോഗിക്കുന്നു. പക്ഷെ എന്നെ കുഴപ്പമെന്നറിയോ, ഇവനില്ലാതെ നമുക്ക് പറ്റില്ല. അതാണ് ഈ 3ാം പാഠത്തിന്റെ പ്രത്യേകത. നമ്മൾ 3ാം പാഠത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറെ ടെക്നിക്കൽ ടേമുകൾ, കാര്യങ്ങൾ കുറെ മനസ്സിലാക്കുക. മോഷന് നമ്മൾ പ്രത്യേക ഒരു പേരുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ. അതൊക്കെ എന്നതാ, അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാ, എന്തെങ്കിലും നിയമം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കും.
അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ടെക്നിക്കൽ ടേമുകൾ പഠിക്കാം. ആദ്യം പഠിക്കേണ്ടതാണ് പോയിന്റ് മാസ്. അല്ലെങ്കിൽ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്നാ ചോദിച്ചാല് ഇപ്പൊ നോക്കിക്കോ, ഒരു ബോൾ വെച്ചെടുക്കാം. ഓടി വന്ന ഒരൊറ്റ തൊഴി, ഈ ബോള് പൊങ്ങി വന്നിട്ട് ഇവിടെ വന്ന് വീണു. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഫുട്ബോളാട്ടോ. വേറൊരു കണക്കാണേ, പാലക്കാട് ജംഗ്ഷനാണ്, ഇത് നാഗ്പൂർ ജംഗ്ഷൻ. ഇവിടെ നിന്നൊരു ട്രെയിൻ, ഞാൻ ബോൾ ഇത്ര വലുപ്പത്തിൽ വരച്ചു, അങ്ങനെയാണെങ്കിൽ ട്രെയിനോ എത്ര വലുപ്പത്തിൽ വരയ്ക്കണം? ചേടാ അത് പണിയായല്ലോ. ആ ശരി, ഇത്ര വലുപ്പത്തിൽ വരയ്ക്കാം. നാഗ്പൂർ വരെ. ഓക്കെ ഓക്കെ. ഇനി ഇതേ ട്രെയിനിന്റെ കണക്ക്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇനിയിപ്പോ ഇവിടെ ട്രെയിൻ ഉണ്ട് കേട്ടോ, ഇവിടെ ട്രെയിൻ ഉണ്ട്. നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുക. ഞാൻ തൊട്ടടുത്തുണ്ട്, പാലക്കാട് സ്റ്റേഷനിലല്ലേ. സ്റ്റേഷൻ നിന്നിട്ട് ഞാൻ ട്രെയിനെ നോക്കുക. ട്രെയിനെ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആകെ 1, 2, 3, 4, 5, അങ്ങോട്ട് നോക്കി 4, 5, ഈ 10 ബോഗിയെ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ട്രെയിൻ ഉണ്ടല്ലോ, എനിക്കറിയില്ല എത്രത്തോളം നീളം എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ വരയ്ക്കുന്ന വിധത്തിലൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഈ ഫിസിക്സ് ഞാൻ എങ്ങനെ പഠിക്കും? ഞാനിപ്പോ ഇതിൽ ഞാൻ എങ്ങനെയാ വരയ്ക്കും? ബോർഡ് ഓക്കെ ഇത്ര വലുപ്പത്തിൽ വരച്ചു, ട്രെയിൻ ഇത്ര വലുപ്പത്തിൽ വരച്ചു. ഇവിടെയാണ് പോയിന്റ് മാസിന്റെ കൺസെപ്റ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ ട്രെയിൻ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ബോൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പകരം ഒരു കുത്തിട്ടാൽ മതി. എപ്പോഴായി കുത്തുന്നറിയോ? ഈ ബോഡി സഞ്ചരിച്ച ദൂരം നോക്കിക്കേ. പാലക്കാട് നിന്ന് നാഗ്പൂർ വരെ, ഇവിടെ നിന്ന് ഇവിടം വരെ ഏറി വന്നാൽ ഒരു 10-50 മീറ്റർ. പക്ഷെ ഈ 50 മീറ്റർ എങ്കിൽ 50 മീറ്റർ, ഇത് 50 മീറ്ററേ ഉള്ളൂ. ഇതാണ് തള്ളതല്ലേ. ഇത് 5000 കിലോമീറ്റർ. ചുമ്മാ പറയാട്ടോ, ഒരു നമ്പർ പറഞ്ഞതേ ഉള്ളേ, 5000 കിലോമീറ്റർ. ഈ ബോളിന്റെ വലിപ്പം ഈ അവൻ സഞ്ചരിച്ച ദൂരം വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. If the distance traveled by the body is if distance traveled by the body is very large as compared to its size, then the size can be taken as point object. Size can be neglected. Size can be taken as point object. അപ്പൊ ഈ ബോളിനെ എനിക്ക് ഇതിന്റെ ദൂരം, സഞ്ചരിച്ച ദൂരം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യും. എന്റെ ഇംഗ്ലീഷ് ഒക്കെ കേട്ടിട്ട് നല്ല രസമൊന്നും ഉണ്ടാവും അല്ലേ? നമുക്ക് അതൊന്നും നന്നായി പറയുന്ന കാര്യമല്ല, നമുക്ക് കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ നോട്ടും കാര്യങ്ങളും ഒക്കെ ടീച്ചേഴ്സ്, നല്ല മിടുക്കരായ ടീച്ചേഴ്സ് ക്ലാസ് തരും കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ പഠിക്കേണ്ട എന്നാ കുറെ നീറ്റിന്റെ കുറെ കാര്യങ്ങൾ, കുറെ മറ്റേ എൻട്രൻസ് എക്സാമിന്റെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ കുറച്ച് ചാപ്റ്ററുകൾ നമുക്ക് ഇവിടെ നമുക്ക് യൂട്യൂബിൽ തന്നെ എടുത്തേ മതിയാകുള്ളൂ. ക്ലാസ് വെച്ചെടുക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ആലോചിച്ചേക്ക്, ട്രെയിനിന്റെ നീളം ഒരു 500 മീറ്റർ കണ്ടില്ല, അത്ര വേണ്ട, 200 മീറ്റർ കൂടി, അത്ര 200 മീറ്റർ. പക്ഷെ ഈ 5000 കിലോമീറ്റർ കമ്പയർ ചെയ്യുമ്പോൾ 200 മീറ്റർ എനിക്കൊരു പോയിന്റ് ആക്കി എടുക്കാം. അപ്പൊ എനിക്ക് ട്രെയിനിന് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു പോയിന്റ് ഇട്ടാൽ മതി കേട്ടോ. സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ഇറ്റ്സ് സൈസ്. അങ്ങനെയാണ് എങ്കിൽ ആ ബോഡിനെ എനിക്ക് ഒരു പോയിന്റ് മാസോ പോയിന്റ് ഒബ്ജക്റ്റോ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഞാൻ നിൽക്കുവാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ജംഗ്ഷനിൽ നിന്ന് നിൽക്കുന്നു. ഞാൻ ആ ട്രെയിനെ നോക്കുക. ട്രെയിനെ നോക്കാൻ നേരത്ത് ഇനി എന്റെ കണക്ക്, എന്റെ കാൽക്കുലേഷൻ എന്താണെന്നറിയോ? എത്ര നേരം കൊണ്ടാ ഈ ട്രെയിനിന്റെ ഫ്രണ്ട് വശം
എത്ര നേരം കൊണ്ടാ ട്രെയിനിന്റെ ഫ്രണ്ട് വശം എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പോയി പോയി എൻ്റെ ബാക്ക് വശം കടന്നു പോകുന്നത്. ഞാൻ ആ കണക്കാ ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. അന്നേരം ഞാനിങ്ങനെ എൻ്റെ ക്ലോക്കിൽ ഇങ്ങനെ എൻ്റെ വാച്ചിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എത്ര സെക്കൻഡ് എടുക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ട്രെയിനിനെ നെഗ്ലക്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ട്രെയിൻ സഞ്ചരിച്ച ദൂരം എത്രയാ, അവന്റെ നീളം തന്നെയാ. നോക്കിയേ, ഇവിടെ ഞാൻ നിൽക്കുവാ, ഇവിടെ ഞാൻ നോക്കാണ് ട്രെയിനിന്റെ ഫ്രണ്ട് വശം എന്നെ ക്രോസ് ചെയ്തു. അങ്ങനെ പോയി 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 ഈ ബാക്ക് എപ്പോ ക്രോസ് ചെയ്യുന്നു, അതായത് ഈ ട്രെയിൻ ഇപ്പോ ഈ ബാക്ക് വശം ഇതാണ് ഫ്രണ്ട് കണ്ടോ, ഇവൻ നേരെ പോയിട്ട് ഇത്രയാണ്. അപ്പൊ ഇവിടെ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എത്രയാ, ഇവന്റെ ഫ്രണ്ട് നോക്കിയേ, ഇവൻ ഇവിടെയായിരുന്നു, മുഴുവൻ സഞ്ചരിച്ചത് ഇത്രയും ദൂരം പോയി, ഇവിടെ നിന്ന് ഇത്രയും ദൂരം പോയി. അതായത് ഇവന്റെ ലെങ്ത്തിന്റെ അത്രയും, ഈ ലെങ്ത്തിന്റെ അത്രയും ദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ. അവിടെ എനിക്ക് ട്രെയിനിനെ എനിക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എവിടെയാ ആ ഇത്രയും വലിയ ട്രെയിനിനെ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തേ, ഇവിടെ ഇവിടെ ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോഴാണ് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഇവിടെ എനിക്കത് പറ്റില്ല. അതേപോലെ വേറൊരു ഉദാഹരണം വേണമെങ്കിൽ പറയണമെങ്കിൽ, ഇതൊരു വലിയൊരു പുഴയാണ്. ഈ പുഴയ്ക്ക് അക്രോസ് ആയിട്ടൊരു പാലമുണ്ട്. നമുക്ക് ഇവിടെ ചില കണക്കുകളൊക്കെ ഉണ്ട്. ഒരു ട്രെയിൻ ഈ പാലത്തിന്റെ പൊക്കത്തോട് ഇങ്ങനെ പോവാണ്, എത്ര നേരം കൊണ്ട് ഈ ട്രെയിൻ ഈ പാലം ക്രോസ് ചെയ്യുന്നു. അവിടുത്തെ കണക്കില് ഈ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എത്രയാ, ഇത് ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ. അത് അവന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഒരു ദൂരം അല്ല, അത് വളരെ കുറച്ചേ ഉള്ളൂ. ഇതിനേക്കാളും ചെറുതായിരിക്കും അല്ലെ പുഴ. ഇത് ട്രെയിനിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതാണ്. അപ്പൊ അവിടെ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നെഗറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് പോയിന്റ് മാസ് എന്ന കൺസെപ്റ്റ് ഇൻവാൽവ് ആണ്, അവിടെ വാൽവ് അല്ല. അപ്പോൾ എവിടെയാണ് നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് എടുക്കണ്ടേ, ഒരു ബോഡിന്റെ സൈസ് ഇത് സഞ്ചരിച്ച ദൂരം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് എങ്കിൽ ആ ബോഡിന്റെ മാസ് അല്ലെങ്കിൽ അതിന്റെ വലിപ്പം ഒരു പോയിന്റ് ആക്കി എടുക്കാം. അതാണ് പോയിന്റ് മാസിന്റെ കൺസെപ്റ്റ്. ഇനി അടുത്താണ് പൊസിഷൻ. പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ചൊരു ഫിഗർ വയ്ക്കാം. ഇത് ഒന്നാമത്തെ പോള് കേട്ടോ, ഇത് രണ്ടാമത്തെ പോള്, ഇത് മൂന്നാമത്തെ പോള്. ഞാൻ ഇവർക്കിടയിലുള്ള ദൂരം ഞാൻ ചുമ്മാ മാർക്ക് ചെയ്യുവാണേ. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒന്നാമത്തെ ബോള് എത്ര മീറ്റർ അകലെയാണ്? അപ്പോൾ ഒരു കുട്ടി പറയാണ് സാർ 3 മീറ്റർ അകലെ. വേറെ കുട്ടി പറയാണ് സാർ അല്ല 8 മീറ്റർ അകലെ. പിന്നെ അടിയായി. നിങ്ങൾ പറഞ്ഞു, അവർ പൊട്ടന്മാരാണ്. നിങ്ങൾ പറ, എത്ര മീറ്റർ അകലെയാണ് ഒന്നാമത്തെ ബോഡി? എന്റെ ചോദ്യം തെറ്റാ അല്ലേ? എന്റെ ചോദ്യത്തിൽ ഞാൻ എന്ത് ഉൾപ്പെടുത്തണമായിരുന്നു? ആ ഒന്നാമത്തെ ബോർഡ് ഏത് ബോർഡിൽ നിന്ന് എത്ര അകലെയാണെന്ന് ഞാൻ ചോദിക്കണമായിരുന്നു അല്ലേ? അതായത് ഇവന്റെ പൊസിഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചത്. പക്ഷെ ആ പൊസിഷൻ ഞാൻ ചോദിക്കാൻ നേരത്തെ നിങ്ങളോട് എടുത്ത് ചോദിക്കണമായിരുന്നു, എവിടെ നിന്ന് ഒരു റെഫറൻസ് പോയിന്റ് വേണം ഒരു ബോഡിന്റെ പൊസിഷൻ പറയാൻ. ഉദാഹരണത്തിന് തൃശ്ശൂർ എത്ര കിലോമീറ്റർ അകലെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം, നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ദൂരം പറയും. ചിലർ പറയും 500 കിലോമീറ്റർ, ചിലർ പറയും 1000 കിലോമീറ്റർ, ചിലർ പറയും 10 കിലോമീറ്റർ. ഞാൻ എന്ത് ചോദിക്കണമായിരുന്നു? തൃശ്ശൂർ പാലക്കാട് നിന്ന് എത്ര കിലോമീറ്റർ ആണ്? അപ്പൊ ഞാൻ റെഫറൻസ് പോയിന്റ് ഞാൻ വെച്ച് കഴിഞ്ഞു, പാലക്കാട്. അതേപോലെ ഈ പൊസിഷൻ എന്ന് പറയുന്ന സാധനം, പൊസിഷൻ, ഒരു ബോഡിയുടെ പൊസിഷൻ പറയാനായിട്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം ചെയ്യണം. എന്നാന്നറിയോ, ഒരു റെഫറൻസ് പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ ബോഡി ഉണ്ട്, ഈ ബോഡി, ഈ ബോഡിന്റെ പൊസിഷൻ ഞാൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ഈ സാധനം എൻ്റെ കോഓർഡിനേറ്റ് സിസ്റ്റം എന്ന് അതിനെ പറയാം, എക്സ് വൈ ഇസഡ് ആക്സിസ് അവിടെ കൊണ്ട് വെച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഇസഡ് ആക്സിസിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഈ പ്ലെയിൻ തന്നെ കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ. എക്സും വൈയും ആക്സിസ് ഉള്ള ഈ പ്ലെയിൻ തന്നെ.
കാർട്ടീഷ്യൻ കോഓർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ വീഡിയോകൾ നേരത്തെ ഞാൻ എടുത്തിരുന്നു, മറ്റു വീഡിയോസിലും പറഞ്ഞിരുന്നു. ഓക്കെ, ഈ സ്ഥാനത്തെ പറഞ്ഞവരാണ് ഒറിജിൻ. എന്നതാ ഒറിജിൻ. അപ്പൊ നമ്മളൊരു ബോഡീന്റെ പൊസിഷൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുക. ഈ ബോഡീന്റെ പൊസിഷൻ ഞാൻ എപ്പോഴും പറയാ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യും എക്സിൽ നിന്ന് എത്ര ദൂരമാണ്, എക്സ് ആക്സിസിൽ നിന്ന് എത്ര ദൂരമാണ്, അതേപോലെ വൈ ആക്സിസിൽ നിന്ന് എത്ര ദൂരമാണ്, ഇസഡ് ആക്സിസിൽ നിന്ന് എത്ര ദൂരമാണെന്ന് ഞാൻ മാർക്ക് ചെയ്യും. വിചാരിച്ചോ 3, 7, 10. എക്സ് ആക്സിസിൽ ഇത് 3 വേണ്ട, ഒരു 8, വൈ ആക്സിസിലേക്ക് 7, ഇസഡ് ആക്സിസിലേക്ക് 10. പക്ഷെ ആലോചിക്ക്, ഈ 8ഉം 7ഉം 10ഒക്കെ ഞാൻ എവിടുന്ന അളന്നേ? ഈ ഒറിജിനിൽ നിന്ന്. എവിടുന്ന അളന്നേ? ഈ ഒറിജിനിൽ നിന്ന്. ഇനി ഇതേ ഗ്രാഫ് ഞാൻ ഇവിടെ വരയ്ക്കുന്നെങ്കിലും മാറിയില്ലേ? വാല്യൂസ് മാറിയില്ലേ? ഈ സാധനം കാർട്ടീഷ്യൻ കോഓർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ ഇസഡ് ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാ? നമ്മൾ തന്നെയാണ്. നമ്മളൊരു ബോഡിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാല് എഴുതിയെടുത്തു. The position of a particle refers to its location in the space at a certain moment of time. ഒരു സ്പേസിനകത്ത് അറ്റ് എ സർട്ടൈൻ ടൈം, ഈ സമയത്ത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആ സമയത്ത് അവൻ എവിടെയായിരുന്നു എന്ന് പറയുന്നതാണ് ആ ബോഡിന്റെ പൊസിഷൻ. അത് നമ്മൾ എവിടെ നിന്നാ പറയുന്നത്? ഈ ഒറിജിനിൽ നിന്ന്. കേട്ടോ, അത്രയേ ഉള്ളൂ പൊസിഷനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇനി അടുത്ത് പഠിക്കാനുള്ളതാണ് നമുക്ക് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ നോക്കിയോ, ഇവിടെ ഇരുന്ന ഈ ബോഡി ഉണ്ടല്ലോ, പിന്നെ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ എക്സും വൈയും ആക്സിസും മാത്രം എടുക്കുന്നുള്ളൂ. ഈ ബോഡി ഇപ്പോ ഇവിടെ കേട്ടോ, ഇതാണ് പൊസിഷൻ. ഈ ബോഡിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ. ഈ ബോഡി ഇങ്ങോട്ട് കേട്ടോ, നീട്ടി വരയ്ക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ ഫിഗറിൽ തന്നെ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുക. ഇവൻ എങ്ങനെയാ പോയെന്ന് ചോദിച്ചാല്, ഹെഡിങ് അവിടെ നിൽക്കട്ടെ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അവൻ നോട്ട് ചെയ്തില്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പൊ ആ ബോഡി എവിടെയാണോ വിത്ത് റെസ്പെക്ട് ടു സെർട്ടൈൻ ടൈമിൽ എവിടെയാണെന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ ഈ പൊസിഷൻ. ഇപ്പൊ ബോഡി ഇവിടെയാണേ, ഇതാണ് ഇവന്റെ ആദ്യത്തെ സ്ഥലം, ഇതാണ് ഒറിജിൻ. ഇപ്പൊ ഞാനിപ്പോ എവിടെ നിന്ന് അളക്കുന്നത്? ഇവിടെ നിന്നാണ് ഈ ബോഡിയെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ആക്സിസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, ഈ എക്സ് വൈ സെറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ ആക്സിസ് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോ ഇതിനെ വെച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയണം. ഇപ്പൊ ഈ ബോഡി ഇവിടെയാണ്. ഈ ബോഡി എന്നാ ചെയ്യുന്നറിയോ? ഇവൻ ആദ്യമേ എക്സിലേക്ക് 4 മീറ്റർ നടന്നു കേട്ടോ. എക്സിലേക്ക് എത്ര മീറ്ററാ? 4 മീറ്റർ നടന്നു, ഇവിടെ നിന്ന് ഇവിടെ വരെ. പിന്നെ അവൻ വൈയിലേക്ക് 3 മീറ്റർ നടന്നു. ഇതെത്രയാ? 3. ഇതെത്രയാ? 4. ഈ ആദ്യം ഇരുന്ന് എത്ര അറിയോ? ഈ ഓയിൽ നിന്ന് ഇവിടം വരെ 5. ഇതെത്രയാ? 5. ഇതെത്ര അറിയോ? 7. അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 5, 7. അപ്പൊ പി എന്ന് പറഞ്ഞ പോയിന്റ് 5, 7 എന്ന് പറഞ്ഞ നമ്പർ ലൈനിൽ പോയിന്റ് മാറിക്കാൻ അറിയില്ലേ? ഇത് 5, 7 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ പോയിന്റ് എത്രയായിരിക്കും? എക്സിലേക്ക് 4 ദൂരം സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായി? 9 ആയി. കാരണം ഇവിടം വരെ ആയിരുന്നു 5. കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ സംഖ്യാരേഖയിൽ മാർക്ക് ചെയ്യുന്നത്. ഇത് 5 ആയിരുന്നു, ഇത് വൈ എത്രയായിരുന്നു? 7. അപ്പൊ 5, 7 ആണ് ഈ പോയിന്റ് മാർക്ക് ചെയ്ത്. പിന്നെ ആ ബോഡി എങ്ങോട്ട് പോയി? ഇത് ഇങ്ങോട്ടേക്ക് പോയി. എത്ര ദൂരം പോയി? എക്സിലേക്ക് 4. അപ്പൊ എന്തായി? 9. വൈയിലേക്ക് 3. ഇത് എന്തായി? 10. ഈ പോയിന്റിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കുക. ഈ പോയിന്റിനെ ക്യൂ എന്ന് വിളിക്കും. നിങ്ങൾ ഇത് ഇടയ്ക്ക് ദൂരമുണ്ട് കേട്ടോ, ഈ ദൂരമുണ്ട്, ഗ്യാപ്പ് എന്ന് വിചാരിച്ചേക്കട്ടെ. ഇത് പി എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്. ഈ ഒരു പോയിന്റ് ഒറിജിനിൽ നിന്ന്
ഇത് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ദൂരം ഞാനൊരു വര വരച്ച് ചുമ്മാ മാർക്ക് ചെയ്യും. നിങ്ങൾ നോക്കൂ, മാർക്ക് ചെയ്തു കേട്ടോ. ഞാൻ എന്നിട്ട് ഒരു വര വരച്ചു, ഒരു ആരോ മാർക്ക്. നമുക്ക് ആരോ മാർക്ക് നമുക്ക് ഒരു വെക്ടർ എന്നുള്ള ഒരു കാര്യം ഓർമ്മ വന്നു. ഇങ്ങോട്ട് നോക്കിയ മക്കളെ, ഈ ബോഡീന്റെ പൊസിഷൻ ഇവിടെ ആയിരുന്നല്ലോ. നമ്മളത് എവിടെ നിന്ന് അളന്നേ? ഈ ഓയിൽ നിന്ന്. പിന്നെ ഞാൻ വിചാരിക്കുകയാണ്, ഓയിൽ നിന്ന് ഈ ബോഡി ഇപ്പൊ നിൽക്കുന്ന എവിടെയാ? പി എന്ന് പറഞ്ഞ പോയിന്റിൽ. ഞാൻ അങ്ങോട്ട് വരച്ച ഈ ദൂരം, അതിനോട് കൂടെ ചേർത്ത് വെച്ച ഈ ആരോ മാർക്ക് എന്നാന്നറിയോ? എൻ്റെ പേരാണ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ. വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള പാരാമീറ്റർ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറഞ്ഞവരാണ് വെക്ടർ. നോക്കി, ഈ ഒരു വര ഇവൻ ഒറിജിനിൽ നിന്ന് എത്ര ദൂരെ അകലെയാണെന്നും അതിന്റെ ഡയറക്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവന്റെ പേര് എന്തായത്? പൊസിഷൻ വെക്ടർ ആയത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നെങ്കിൽ മനസ്സിലായി. കുറച്ചേരം കാത്തിരിക്കും. എന്ത് നമുക്ക് വരയ്ക്കുന്ന അറിയോ? ഇവിടെ നോക്കിയോ, കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ബോഡി ഇവിടെയായിരുന്നല്ലോ, എക്സിലേക്ക് കുറച്ച് ദൂരം പോയി, അവിടെ നിന്ന് വൈയിലേക്ക് കുറച്ച് ദൂരം പോയി. ഇപ്പൊ ആ ബോഡി എവിടെയാണ്? ഇതാ ഇവിടെ അല്ലേ? ഞാൻ ആ ദൂരത്തിലേക്ക് ഇത് ഇങ്ങോട്ടേക്ക് ഞാനൊരു വര വരയ്ക്കണം, ഒരു ആരോ മാർക്ക് വരയ്ക്കണം. അപ്പൊ ഇതാണ് ഈ ബോഡീന്റെ ഫൈനൽ പൊസിഷൻ. ഇതിനെന്ത് പറയാം? ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഇതിനെന്ത് പറയാം? ഫൈനൽ പൊസിഷൻ വെക്ടർ. നിങ്ങൾ നോക്കി, ഇവന്മാർക്ക് ഒരു പേര് കൊടുത്താലോ? R1 വെക്ടർ, R2 വെക്ടർ. ഇതാണ് R2 വെക്ടർ. ഡിസ്റ്റൻസിന് നമുക്ക് R എന്നുള്ള ഒരു ലെറ്റർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ഇത് R1 ആദ്യത്തെ, R2 രണ്ടാമത്തെ. സംഭവിച്ചാൽ ഇവിടെ ഇരുന്നൊരു ബോഡി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടൊക്കെ പോയി കഥ പറഞ്ഞു അല്ലേ? ഇങ്ങോട്ട് നോക്കി മക്കളെ, ഈ ബോഡി എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? ഈ ബോഡി മൊത്തം ഇപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു? ആദ്യം ഇവൻ ഇവിടെ നിന്ന് അല്ലേ, പിന്നെ അവൻ എവിടെ വരെ പോയി? ഇവിടം വരെ പോയി. എങ്ങനെ പോയി? ഡിസ്റ്റൻസ് ട്രാവൽഡ്. എന്ന് പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്, ഇവിടെ നിന്ന് ഇവിടം വരെ 4, ഇവിടെ നിന്ന് ഇവിടം വരെ 3. 4 + 3 ഇതൊക്കെ മീറ്ററിൽ എടുത്തു. 4 + 3 എത്രയാ? 7 മീറ്റർ. ഇതാണ് ഈ ബോഡി ഇപ്പൊ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ട്രാവൽഡ്. What is distance traveled? The total distance traveled by the body. What is displacement? Displacement പറയുന്നറിയോ? ഈ ബോഡിക്ക് ഇതുവഴി പോകാമായിരുന്നു, ഇതുവഴി പോകാമായിരുന്നു, ഇതുവഴി പോകാമായിരുന്നു. അങ്ങനെയൊക്കെ പൊക്കോ, അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ പോയാലും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ പല 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 വാല്യൂസ് വരും. ഇനി ഇവിടെ താഴേക്ക് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് പോയി. അങ്ങ് ആലോചിച്ച് നോക്കി, ഇവിടെ താഴേക്ക് വരാൻ വേണ്ടി 7 മീറ്റർ, പിന്നെ ഇങ്ങോട്ട് പോകാൻ വേണ്ടി 4 മീറ്റർ, 7 4 11, പിന്നെ 7 മീറ്റർ 18, പിന്നെ 3 മീറ്റർ 21 മീറ്റർ പോകണമായിരുന്നു ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പോയിരുന്നെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാകുമായിരുന്നു? 21 അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയോ, അതിന് ഒറ്റ വാല്യൂ ഉണ്ടാകുള്ളൂ ഈ ബോഡീന്റെ മോഷനിൽ. അതെന്നാ എത്ര വാല്യൂ എന്നറിയോ? ഈ വാല്യൂ, ഈ സ്ട്രെയിറ്റ് ലൈൻ. എന്നാ അതിന്റെ പ്രത്യേകത? ഇതാണ്, നിങ്ങൾ ഏതൊക്കെ വഴി കൂടി പോയാലും ഡിസ്റ്റൻസ് ട്രാവൽ മാറും അല്ലേ? ഈ വഴി പോയാലാണ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ട്രാവൽ. The shortest distance between these 2 points is called the shortest distance between initial position and final position of a body is called displacement. എത്രയാന്ന് നോക്കിയാൽ മക്കളെ, ഇത് 4 ഇത് 3 അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ഞാൻ മനഃപൂർവ്വം അങ്ങനെ വരച്ചതാണ്.
റൂട്ട് ഓഫ് 4² പ്ലസ് 3² എത്ര കിട്ടും? 5 മീറ്റർ. ഇതിലും ചെറിയൊരു ദൂരത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരെ എത്താൻ പറ്റില്ല. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. കേട്ടോ? അപ്പൊ നമ്മൾ വെക്ടറിന്റെ ടൈമിൽ പറഞ്ഞില്ലേ, നമുക്കിനി നോക്കാം എന്നതാ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. നോക്കി, നിങ്ങൾക്ക് വെക്ടർ എന്ന് പറഞ്ഞ സാധനം കൃത്യമായി അറിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2 വെക്ടർ ഉണ്ട്, എ വെക്ടർ, ബി വെക്ടർ. എനിക്ക് 2 വെക്ടർ നമ്മൾ കൂട്ടണം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ട്രയാംഗുലർ മെത്തേഡ് അപ്ലൈ ചെയ്തു. ഇവിടെ ട്രയാംഗിൾ കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചുമ്മാ ട്രയാംഗുലർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറയുന്നുള്ളൂ. എ വെക്ടർ വരച്ചു, ബി വെക്ടർ ആദ്യം വരച്ചു, അതായത് താഴെ കിടക്കുന്നത്. ബി വെക്ടർ വരച്ചു, എ വെക്ടറിനെ കൊണ്ടുപോയിട്ട് അവിടെ എവിടെ കൊണ്ടുവെക്കണം? ഇവിടെ കൊണ്ടുവെക്കണം അല്ലേ? ഹെഡിൽ കൊണ്ട് ടൈലോട്ട് വെക്കണം, ഹെഡിൽ കൊണ്ട് ടൈലോട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ് മാർക്ക് ചെയ്തിട്ട് ഇവന്മാർ ഇങ്ങോട്ടല്ല പോയിരിക്കുന്നത്, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്തായിരിക്കും എന്ത് കിട്ടും? റിസൾട്ടന്റ് കിട്ടും. ഇവന്റെ പേരാണ്, ഇവൻ ബി വെക്ടർ, ഇവൻ എ വെക്ടർ ആണെങ്കിൽ ഇതിനെ പറഞ്ഞ പേരാണ് എ പ്ലസ് ബി ആണല്ലോ അല്ലേ? ഒരു വെക്ടറിന്റെ കൂടെ വേറൊരു വെക്ടർ കൂട്ടിയപ്പോൾ മൂന്നാമത്തെ വെക്ടർ കിട്ടി. ഈ റിസൾട്ടന്റിന്റെ പ്രത്യേകത നോക്കിയേ, ഇവന്മാർക്ക് 2 പേർക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് അല്ലേ? ഇത് ഇങ്ങനെ നോക്കി, ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഇവിടെ വേറൊരു വെക്ടർ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. എന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 5 മീറ്റർ. ഞാൻ ഇവനെ എങ്ങനെ മാർക്ക് ചെയ്യും? ഇവൻ ഇവിടെയായിരുന്നു നിന്നിരുന്നേ, ഇവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി, അപ്പോൾ ഈ വെക്ടർ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഈ R2 ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. നിങ്ങൾ ഇവിടെ നോക്കിയ മക്കളെ, ഒരു വെക്ടർ വേറൊരു വെക്ടർ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു വെക്ടർ ആ സെയിം ട്രയാങ്കിളിൽ, ഒരു വെക്ടർ വേറൊരു വെക്ടർ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു വെക്ടർ ആ സെയിം ട്രയാങ്കിളിൽ. ഇവൻ ആരാ? എ പ്ലസ് ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയ മക്കളെ, ഇത് എ പ്ലസ് ബി ആണെങ്കിൽ ഇതാണ് റിസൾട്ടന്റ്, ഇതാണ് റിസൾട്ടന്റ് എ പ്ലസ് ബി. കേട്ടോ? നമുക്ക് കാണണ്ടേ റിസൾട്ടന്റ്? ഇതെന്തായിരുന്നു? എ വെക്ടർ ആയിരുന്നു. ഈ എ വെക്ടറിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? റിസൾട്ടന്റ് വെക്ടർ മൈനസ് ബി വെക്ടർ എഴുതാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്കി, എ പ്ലസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് വെക്ടർ കേട്ടോ. എ പ്ലസ് ബിക്ക് ഞാൻ പകരം റിസൾട്ടന്റ് വെക്ടർ എന്നൊരു പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ എ വെക്ടറിനെ എനിക്ക് ഇവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ആർ വെക്ടർ മൈനസ് ബി വെക്ടർ എഴുതാവോ? പറ്റില്ല, സിമ്പിൾ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ R1 വെക്ടറും ഇവിടെ ഒരു വേറൊരു വെക്ടറും കൂട്ടിയിട്ടാണ് R2 വെക്ടർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വെക്ടറിനെ എനിക്ക് എന്ത് വിളിക്കാം? R2 വെക്ടർ മൈനസ് R1 വെക്ടർ. ഇതേപോലെ റിസൾട്ടന്റ്, ഇവിടുത്തെ റിസൾട്ടന്റ് R2. കാരണം എന്നാ, ഈ വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ വേറെ വെക്ടർ ഉണ്ട്, ഇത് രണ്ടും കൂട്ടിയെ കിട്ടുന്ന വാല്യൂ ആണ് ഈ R2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് വിളിക്കാം? R2 മൈനസ് R1 വെക്ടർ. ഇതിനെ പറഞ്ഞതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. Displacement vector is equal to final position vector minus initial position vector. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്നാന്ന് പഠിച്ചല്ലോ. ഒരു ബോഡി എവിടെയാണോ ഇരിക്കുന്നത് ആ ബോഡിയിലേക്ക് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ വെക്ടർ. ഇവിടെയാണെങ്കിൽ ഇവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ, എല്ലായിടത്തും പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നതൊക്കെ ആ പോയിന്റ് ഒറിജിനിൽ നിന്ന് എവിടെ എങ്ങോട്ടാണ് നോക്കുക, ആരം മാർക്ക് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഇനി നമുക്ക് ഇവിടെ നോക്കാം എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുന്നതെന്ന്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഫൈനൽ പൊസിഷൻ വെക്ടർ പോയിന്റ് എനിക്കറിയാം 9, 10. അത് ഞാൻ എങ്ങനെ വെക്ടറിന്റെ ഫോമിൽ എഴുതും?
വെക്ടറിന്റെ ക്ലാസ് കേട്ടു എന്ന ഉറപ്പിലാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പോയിന്റിൽ ഞാൻ എങ്ങനെ വെക്ടർ ഫോമിൽ എഴുതും? എക്സിൽ 9, എക്സിൽ 9ഉം വൈയിൽ 10ഉം. അതെങ്ങനെയാണ് എഴുതുന്നത്? 9i പ്ലസ് 10j. ക്യാപിടാൻ ഞാൻ മറന്നു, നിങ്ങൾ മറക്കരുത്. 9i പ്ലസ് 10j. ഇതാണ് ഫൈനൽ പൊസിഷൻ വെക്ടർ. ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ഓഫ് R1 വെക്ടർ, ഇവിടുത്തെ പോയിന്റ് ഏതൊക്കെയാ? 5ഉം 7ഉം. അങ്ങനെയാണെങ്കിൽ 5i പ്ലസ് 7j എത്ര വരും? ഇതെങ്ങനെ കുറയ്ക്കുന്നത്? അതൊക്കെ പഠിച്ചാണല്ലോ നമ്മള്. കാർട്ടീഷ്യൻ ഫോർമാറ്റിൽ ഇത് ഐയും ജെ ഒക്കെ വെച്ച് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഐന്ന് ഐ കുറയ്ക്കാം, ജെന്ന് ജെ കുറയ്ക്കാം. ഐന്ന് ഐ കുറച്ചാൽ 0, അതല്ല ഉദ്ദേശിച്ചത്. ഐയുടെ ടൈമിന് ഐയുടെ ടൈം കുറയ്ക്കാം. 9 മൈനസ് 5i 4i പ്ലസ് 10j നിന്ന് 7j കുറച്ചാൽ 3j. അപ്പൊ അതിന്റെ അർത്ഥം എന്താ നോക്കി? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇങ്ങനെ കിട്ടി. 4i പ്ലസ് 3j എന്ന് പറഞ്ഞാൽ എന്നതാ? ആ ബോഡി എക്സില് 4 പോയി, വൈയില് 3 പോയി. എക്സില് ഐയില് 4 പോയി, ജെ ക്യാപ് എന്ന് പറഞ്ഞാൽ വൈയിലെ യൂണിറ്റ് ആണല്ലോ ജെ ക്യാപ്. വൈയില് 3 പോയി. ഇതൊക്കെ തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്? അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. ഇതിന്റെ ഐഡിയ കൈ കിട്ടിയ സൂപ്പർ. അങ്ങനെയാണ് എങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, അളവ് എത്രയായിരിക്കും? നമുക്ക് വെക്ടർ കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടി. ഇനി എത്ര മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും? അതെങ്ങനെ കാണുന്നത്? ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുന്നത്? ഒരു വെക്ടർ ഉണ്ട്, എക്സ് എ വെക്ടർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj എന്ന് പറഞ്ഞ വെക്ടറാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുന്നത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എത്ര കിട്ടി? റൂട്ട് ഓഫ് 25. അത് എത്രയാ? 5. അതൊക്കെ തന്നെയല്ലേ കുറച്ചും പറഞ്ഞേ. ഉറങ്ങിയില്ലല്ലോ, ഉറങ്ങരുത്. കണ്ടോ? ഇതൊക്കെയാണ് പൊസിഷൻ വെക്ടർ, ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ, ഫൈനൽ പൊസിഷൻ വെക്ടർ, അവർ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ. അത് നിങ്ങൾക്ക് നല്ല നോട്ട് തരും ടീച്ചേഴ്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു വിടാം കേട്ടോ. നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഠം തീർത്തിട്ട് വേണ്ട പോകാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം, നിങ്ങൾ നോട്ട് കേൾക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, ഡിസ്റ്റൻസ് ട്രാവലിലും ഡിസ്പ്ലേസ്മെന്റും മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് നോക്കി 7 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനാണ്, മാർച്ച് 2015. അത് നമുക്ക് കുഞ്ഞു പ്രോബ്ലം ചെയ്ത് ടഫ്നെസ് കൂട്ടി കൊണ്ടുവരാം. ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ് ട്രാവൽ, അല്ലെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ഡിസ്പ്ലേസ്മെന്റ്. ഏതാണെങ്കിലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിലും വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതെങ്ങനെ മനസ്സിലായേ? 3, 4, 5 തന്ന ഉറപ്പിക്കാം അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ തൊട്ട് സി വരെയുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇനീഷ്യൽ പോയിന്റ് മനസ്സിലാക്കാനായിട്ട് ഞാൻ എയും ബിയും ആണ് എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബി നോക്കി, സഞ്ചരിച്ച വഴി അതും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ എത്ര വരും? 3 + 4. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 5. അപ്പോൾ അല്ലേ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ റൂട്ട് ഓഫ് 25 5. അപ്പോൾ ഈസി ആയിട്ട് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? 7/5. അത് സിംഗിൾ കണക്കായിരുന്നു. അടുത്ത നോക്കി, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഈ ഒരു ഫിഗർ. ഇത് സർക്കിൾ ആണ്, ഇതിന്റെ റേഡിയസ് 6. ഞാൻ വലുതാക്കി വരയ്ക്കാം. ഒരു സർക്കിൾ
ഇവിടെ നിന്ന് ഇവിടം വരെ 6. ഇതെന്തായിരിക്കും? അതും 6 ആയിരിക്കും അല്ലേ? ഇതെന്തായിരിക്കും? അതും 6 ആയിരിക്കും. ഇതെന്തായിരിക്കും? അതും 6 ആയിരിക്കും. ഇതിന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് നടുക്കത്തെ മാത്രം മതി. ഡിസ്റ്റൻസ് ട്രാവൽ, ആ ബോഡി ഇതുവഴിയാണ് പോയത് കേട്ടോ, ഇവിടുന്ന് ഇങ്ങനെ. ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ്? നമുക്കിതൊരു സർക്കിൾ അല്ലേ, സർക്കിളിന്റെ ഒരു പകുതി ഭാഗമാണ്. ഒരു സർക്കിളിന്റെ മുഴുവൻ ഭാഗം, അതിന്റെ പെരിമീറ്റർ, സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ പെരിമീറ്റർ മുഴുവൻ ഭാഗം. ഫുൾ സർക്കിൾ ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു? 2πr. പക്ഷേ ഇതൊരു ഹാഫ് സർക്കിൾ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് എത്രയാ ഡിസ്റ്റൻസ് ട്രാവൽഡ്? ഡിസ്റ്റൻസ് ട്രാവൽ ഞാൻ ഇങ്ങനെ കേട്ടോ ഷോർട്ടായിട്ട്. ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ 2πr ആണ് മൊത്തം പോയിരുന്നത്, ഇവിടെ പകുതിയേ ഉള്ളൂ, അതുകൊണ്ട് πr. 2πr ഡിവൈഡ് ബൈ 2, 2πr ഡിവൈഡ് ബൈ 2, 2 2 വെട്ടിപ്പോയി, അപ്പൊ എത്ര കിട്ടി? πr. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതെത്രയാ? ഇവിടെ നിന്ന് ഇവിടെ വരെ 6, ഇവിടെ നിന്ന് ഇവിടെ വരെ 6, അപ്പൊ 2r. അപ്പൊ റേഷ്യോ എടുത്താൽ തന്നെ വരും πr ഡിവൈഡ് ബൈ 2r, πr ഡിവൈഡ് ബൈ 2r. 6 വെട്ടിപ്പോയി, π/2. അതും എളുപ്പമായിരുന്നു. ഇനി അടുത്ത കണക്ക്, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഈ ഫിഗർ. ബോഡി സഞ്ചരിച്ചത് ഇവിടെ നിന്ന് ഇങ്ങനെ. ഇത് സ്ക്വയർ ആണോ? ആണ്. എങ്ങനെ മനസ്സിലായി? 5 മീറ്റർ 5 മീറ്റർ തന്നിട്ടുണ്ട്. രണ്ട് സൈഡ് 5 മീറ്റർ ആയ ഒരു റെക്ടാങ്കിൾ പറഞ്ഞാൽ സ്ക്വയർ ആണ്. ഇതും 5 മീറ്റർ ആയിരിക്കും, ഇത് 5 മീറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് കണക്ക് ചെയ്യാൻ പറ്റും. 5 5 A B സഞ്ചരിച്ച വഴി ഇത്. ഡിസ്റ്റൻസ് ട്രാവൽ is equal to 5 meter plus 5 meter 10 meter. Displacement, shortest distance between initial point and final point. The E vara. The right angle triangle root of 5 square plus ഇത് കാണാൻ വേണ്ടി ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, root of 5 square plus 5 square. Displacement root of 25 plus 25 root of 50. ഇതിനെ എങ്ങനെ എഴുതാം? root of 25 into 2, അതായത് 5 റൂട്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 5 റൂട്ട്. ഇവിടെ റേഷ്യോ എടുത്താൽ 10/5 റൂട്ട്. 10ഉം 5ഉം പോയാൽ 2, 2/√2. 2നെ എങ്ങനെ എഴുതാം? √2 into √2 അല്ല, √2ന്റെ സ്ക്വയർ അല്ലേ 2. അപ്പൊ 2നെ ഞാൻ √2 into √2 എഴുതി. താഴെ എന്തുണ്ട്? √2. വെട്ടിപ്പോ എന്ത് കിട്ടും? √2. ഞാൻ ചോദിച്ചിട്ടെ, നമ്മൾ കണ്ടുപിടിച്ചത് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ചെയ്യുന്ന ഒക്കെ അങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. √2ന്റെ വാല്യൂ എത്രയാണ്? 1.4 സംതിങ് അല്ലേ? അതൊക്കെ 1നേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിന് ഡിസ്റ്റൻസ് ട്രാവലിനെക്കാട്ടും വലുതാകാൻ പറ്റില്ല. ആലോചിക്കേ, 10/9 എത്രയാണ്? ചെയ്തു കാൽക്കുലേറ്ററിൽ. 1നേക്കാൾ വലുതല്ലേ കിട്ടി? 10/10 എത്രയാണ്? 1 അല്ലേ? 10/11 1നേക്കാൾ കുറവ്. അപ്പൊ താഴ്വശത്ത് മുകൾവശത്തെക്കാളും കൂടുതലാണ് എങ്കിൽ 1നേക്കാൾ കുറവാണ്. നമ്മളിവിടെ കാണുന്ന ഒക്കെ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഇവനെക്കാളും വലുതാകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ എപ്പോഴും 10ഓ 9ഓ 8ഓ അങ്ങനെ നമ്പർ വരുള്ളൂ. അതുകൊണ്ട് എപ്പോഴും 1നേക്കാൾ വലുതായിരിക്കും ആ റേഷ്യോ. അത് ഓർത്തിരുന്നു കേട്ടോ. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കാരണം പ്രാവശ്യം പരീക്ഷ ഭയങ്കര എളുപ്പമായിരിക്കും. എന്നാലും വേണ്ടി നമുക്ക് റിസ്ക് എടുക്കാം. ടഫ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടു. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി പണിയാണ്, ശ്രദ്ധിച്ചിരുന്നോ? ഇത് ഒരു ക്യൂബാണോ? അതെ. ബോഡി എവിടെ ഇരുന്നേ? എ. സഞ്ചരിച്ച ദൂരം ഇങ്ങനെ, സഞ്ചരിച്ച വഴി ഇത് 5 മീറ്റർ, ഇത് 5 മീറ്റർ, ഇത് എത്രയാ? 5 മീറ്റർ. അപ്പൊ ഇത് ക്യൂബാണ്. അപ്പൊ ക്യൂബ് വരയ്ക്കാം നമുക്ക്.
ഇവിടുന്ന് എങ്ങോട്ടേക്കാ? എ ബി അല്ലേ? ഇത് 5, ഇത് 5, ഇത് 5, ഇതും ഇതും വീതിയും 5. ബോഡി ഇവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ചു. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവലിന് ഇങ്ങനെ 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 5 പ്ലസ് 5 പ്ലസ് 5, ഇവിടുന്ന് 5, ഇവിടുന്ന് 5, ഇവിടുന്ന് 5, ഈ വീതി എത്ര? 5, മൊത്തം 15. ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ പോയിന്റ് ആൻഡ് ഈ പോയിന്റ്. അയ്യോ, അതെങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ദൂരം ഇമാജിൻ ചെയ്തോ. ഇവിടെ വല്ല റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നോക്കി. ഇമാജിൻ ചെയ്യും. ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കും. അടിയിലത്തെ ആ ഫേസില്ലേ അവിടെ ഞാൻ വര വരച്ചു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഈ സ്ക്വയറില്ലേ അടിവശത്തെ ബേസ്, അവന്റെ ഈ ഡയഗണൽ നോക്കി, ഈ സൈഡിന്റെ ഡയഗണലാണ് ഇത്. ഇതെനിക്ക് കിട്ടും. ഇത് 5 ആണെങ്കിൽ തന്നെ വരും √5² പ്ലസ് 5². എത്ര കിട്ടും? √50. 25 പ്ലസ് 25 √50. അതെന്ന് പറഞ്ഞാൽ എത്ര? 5√2. കുറച്ച് മക്കൾ വിളിച്ചില്ലേ? ഇതെത്ര കിട്ടി? 5√2. ഇനി നോക്കി, ഇവനും തമ്മിലുള്ളതാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എന്റെ ഫിഗർ ഇങ്ങനെയോടെ മനസ്സിലാവത്തെ, എന്നാൽ മനസ്സിലാക്കാൻ പറ്റും. അടിയിലെ ബേസ്, ഈ ഹൈറ്റ്, ആ ക്യൂബ് എടുത്ത് നോക്ക്. ക്യൂബ് എടുത്തിട്ട് ഇത് ക്യൂബ് കാണിക്കാനായിട്ടൊന്നും ഇല്ല മക്കളെ. നോക്കി, തൽക്കാലം ഇത് ക്യൂബാന്ന് വിചാരിക്കും കേട്ടോ, ഒരേ പൊക്കാന്ന് വിചാരിക്കും. ഇങ്ങനെ ഇതെന്ന് വിചാരിക്കും. നമ്മൾ ഈ സൈഡും തമ്മിൽ ഈ ഡയഗണലാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. അപ്പൊ ഈ ഡയഗണൽ കിട്ടിയില്ലേ? 5√2. ഇനി ഈ ബേസും ഈ പൊക്കവും, ഈ കോർണറില്ലേ, ഈ പൊക്കവും ഈ ഡയഗണലും നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന വരയും, ഇതിന്റെ അകത്തൂടെ ഇങ്ങോട്ട് വരയ്ക്കുന്ന വരയും, അവർ തമ്മിൽ എങ്ങനെയാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. കാരണം ഈ പൊക്കം ഇതുണ്ട്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അതുകൊണ്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. ഹൈറ്റ് എത്രയാണ്? 5. ഈ ഹൈറ്റിന് 5. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഹൈറ്റ് ഇടാൻ, ഈ ഡയഗണൽ ഇടാൻ വേണം √5² പ്ലസ് 5√2ന്റെ സ്ക്വയർ. അപ്പൊ എന്നാ വരും? √25 പ്ലസ് 25 × 2 50 √75 എന്ന് പറഞ്ഞാൽ 25 × 3 ആണ് √75 എന്ന് പറഞ്ഞാൽ 5√3. ഇത് എത്ര കിട്ടും? 5√3. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 5√3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഷ്യോ എടുക്കാൻ നേരത്ത് എന്നാ വരും? 15 / 5√3. 15 5 3 പ്രാവശ്യം. 3 എന്ന് പറഞ്ഞാൽ √3 × √3 ഡിവൈഡഡ് ബൈ √3. വെട്ടിപ്പോ എത്ര കിട്ടും? √3 കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ. AB, അതായത് 1/4 ഓഫ് എ സർക്കിൾ. 1/4 എന്ന് പറഞ്ഞാൽ 4/1. നോക്കി, ഇവിടുന്ന് ഈ ഒരു കേക്കിനെ 4ആക്കി മുറിച്ചതിന്റെ ഒരു ഭാഗം 4/1. ബോഡി സഞ്ചരിച്ചത് A തൊട്ട് B വരെ, ഈ വഴി കൂടിയാ പോയത്. ഇതിന്റെ റേഡിയസ് എന്നിട്ടുണ്ട് 6 ആണ്. അപ്പൊ 1/4 ഓഫ് എ സർക്കിൾ ആണ് ഈ ബോഡി സഞ്ചരിച്ചേക്കുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ് ട്രാവലും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ ആണ് ചോദിച്ചേക്കുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാ? ഈ ദൂരം. ഇതെത്രയാ? ഒരു ബോഡി ഇവിടെ ഇരുന്നിട്ട് അവൻ ഫുള്ള് പോകുമായിരുന്നെങ്കിൽ എത്രയായിരുന്നു? 2πr. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അത് മുഴുവൻ പോകും. ഈ പെരിമീറ്റർ നമ്മൾ സംഭവം എന്താണ് മക്കളെ? എന്റെ കൺസെപ്റ്റ് എന്നാ? ഈ ഒരു സർക്കിൾ ഒരു നൂല് ഉണ്ടെന്ന് വിചാരിച്ചു. ആ നൂലിനെ ഞാൻ അവിടെ മുറിച്ചു. എന്നിട്ട് ഈ നൂല് ഞാൻ ഇങ്ങനെ നിവർത്തി വെച്ചാൽ എത്ര നീളം ഉണ്ടാവും? ഈ 2πr നീളം ഉണ്ടാവും. 5 മീറ്റർ ആണെങ്കിൽ 5 × π × 2 അത്ര നീളം ഉണ്ടാവും ആ നൂല്. അല്ലെങ്കിൽ ഒരു 5 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എത്ര നീളമുള്ള ഒരു നൂല് മുറിക്കണം? അതൊക്കെ നമ്മൾ 10ാം ക്ലാസ് അല്ല 8ലോ 7ലോ ചെയ്തിട്ടുണ്ട്.
ഇത് തന്നെ 2πr × 5 ചെയ്താൽ മതി. അത്രയും നീളത്തിലുള്ള എന്ത് കിട്ടും? ഒരു നൂലെടുത്താൽ എനിക്ക് ഈ ഒരു സർക്കിൾ കിട്ടും. ശരി, എന്തിനാട്ടെ. അപ്പൊ ഈ ബോഡി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. ഡിസ്റ്റൻസ് ട്രാവൽ ചോദിച്ചേക്കുന്നത് മൊത്തമായിരുന്നെങ്കിൽ 2πr, അതിന്റെ 4/1 അപ്പോൾ ഇതേ ഡിവൈഡ് ബൈ 4 എത്ര വരും? അവിടെ നിൽക്കട്ടെ. ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഭാഗ്യം ഇതല്ലേ ചോദിച്ചേക്കുന്നത്? എളുപ്പമല്ലേ? ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്ത് കിട്ടും? ഇതാറും ആണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? √r² + r², 2r². r² റൂട്ട് എന്ന് പറഞ്ഞാൽ r റൂട്ട് അവിടെ തന്നെ കിടന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്നാ വരും? √2 × r. അപ്പൊ അവിടെ റേഷ്യോ എടുക്കുമ്പോൾ എന്നാ വരും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ എന്നാ വരും? ഇത് ഇങ്ങനെ വരും, 2πr ഡിവൈഡ് ബൈ 4 ഹോൾ ഡിവൈഡ് ബൈ √2r. അതായത് 2πr ഡിവൈഡ് ബൈ 4 × √2 × r. ഇതും വെട്ടിപ്പോയി 2 ഉണ്ട്, 6ഉം വെട്ടിപ്പോയി. π ഡിവൈഡ് ബൈ 2√2. ഇത് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടണം? 1നേക്കാൾ വലുത് കിട്ടണം. ചെയ്ത് നോക്കണം. π എന്ന് പറഞ്ഞാൽ 3.14 സംതിങ്. 2 × √2 1.4 × 2 2.8 3. കണക്ക് ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ചെയ്ത 1/4 ഓഫ് എ സർക്കിൾ എന്ന് വെച്ചാൽ നോക്കിയേ, 1/4 ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഡിഗ്രി എത്രയാണ്? നമുക്ക് 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഡിസ്റ്റൻസ് കാണാൻ പറ്റി. ഇത് 6ആണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഹൈപ്പോട്ടന്യൂസ് കാണാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് 90 ഡിഗ്രി അല്ല, വേറെ ഡിഗ്രിയാണ്. അതായത് ഇവിടെ ഇരുന്ന ഒരു ബോഡി ഇവിടം വരെ അല്ല, ഇവിടം വരെ പോയി. ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാം. ശ്രദ്ധിച്ചിരുന്നുണ്ടോ? ഇത് ഇച്ചിരി പണിയാ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇവിടുന്ന് ഇങ്ങനെ പോയി. അത് കാണാൻ പണിയാണല്ലോ. 90 ഡിഗ്രി ആയിരുന്നപ്പോൾ ഈക്വൽ ആയിരുന്നല്ലോ, ഈസി ആയിരുന്നല്ലോ. 90 ഡിഗ്രി ആയിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ ഈക്വൽ ആയിരുന്നു. കാരണം മൊത്തം 360 ഡിഗ്രി പോയിരുന്നെങ്കിൽ 2πr, അല്ലെങ്കിൽ ഒരു ഫുൾ സർക്കിൾ പോയിരുന്നെങ്കിൽ 2πr. അതിന്റെ 4/1 ഇവിടം വരെ ആയിരുന്നെങ്കിൽ. ആ 2πr ഡിവൈഡ് ബൈ 4 ചെയ്യുന്നു, എളുപ്പമായിരുന്നു. ഇവിടെ 120 ഡിഗ്രിയാണ്. അപ്പൊ എന്നാ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പോയിന്റ് ഇങ്ങനെ കറങ്ങി ഫുൾ ഇവിടം വരെ എത്താനായിട്ട് എത്ര ഡിഗ്രിയാ കറങ്ങിയിട്ടുണ്ടാവുക? 360 ഡിഗ്രി. അപ്പൊ 360 ഡിഗ്രി കറങ്ങാനാണെങ്കിൽ 2πr ഡിസ്റ്റൻസ് ഇവൻ നടക്കണം. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ആണെങ്കിലോ? അതായത് ഇവൻ രണ്ട് സൈഡിലും 360 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 360 കൊണ്ട് 360 ഡിഗ്രി ഡിവൈഡ് ബൈ 360 1 ഡിഗ്രി. 2πr ഡിവൈഡ് ബൈ 360 2πr ഡിവൈഡ് ബൈ 360. അതായത് 360 ഡിഗ്രി കറങ്ങാനാണെങ്കിൽ 2πr ഡിസ്റ്റൻസ് ആ പോകണ്ട. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി കറങ്ങാനായിട്ട് എത്ര ദൂരം പോകണം? 2πr ഡിവൈഡ് ബൈ 360. മക്കളെ, 10 ആപ്പിളിന് 250 രൂപയാണെങ്കിൽ ഒരു ആപ്പിളിന് എത്ര രൂപയാവും? 25 രൂപ. അതെങ്ങനെയാ നമുക്ക് കിട്ടിയേ? 250 ഡിവൈഡ് ബൈ 10, അത്രയേ ഉള്ളൂ. 360 ഡിഗ്രി പോകണമെങ്കിൽ 2πr ഡിസ്റ്റൻസ് ആണെങ്കിൽ 1 ഡിഗ്രി പോകാൻ എത്ര ഡിസ്റ്റൻസ് പോകണം? 2πr ഡിവൈഡ് ബൈ 360. ശരി, അങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രി കറങ്ങാനാണെങ്കിൽ എത്ര ദിവസം സഞ്ചരിച്ചിട്ടുണ്ടാവും? 1 ഡിഗ്രിക്ക് എത്രയാ? 2πr. ഇത് നേരെ തിരിച്ച് മറ്റേ ആപ്പിളിന്റെ കണക്ക് പറയുന്ന പോലെ, ഒരാപ്പിളിന് 10 രൂപയാണെങ്കിൽ 10 ആപ്പിളിന് എത്രയായിരിക്കും? 10 × 10. ഒരാപ്പിളിന് 8 രൂപയാണെങ്കിൽ 10 ആപ്പിളിന് എത്രയായിരിക്കും? 8 × 10. 1 ഡിഗ്രിക്ക് 2πr ബൈ 360 ആണെങ്കിൽ 120 ഡിഗ്രിക്ക് എത്രയായിരിക്കും? 2πr ബൈ 360 × 120.
സിമ്പിൾ. എത്ര വരും? 3. 2πr/3. ഇനി കുറച്ച് 90 ഡിഗ്രി ആണെങ്കിൽ എന്നാ വരും നോക്കാം. 90 ഡിഗ്രി ആണെങ്കിൽ 2πr/360 ആണ് ഒരു ഡിഗ്രിക്ക് ഇൻറ്റു 90 ഡിഗ്രി വെട്ടിപ്പോയി 4. ഇതെല്ലാം കുറച്ചും എടുത്ത് 2πr/4 ഡിസ്റ്റൻസ് ട്രാവൽ ഇതല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ കാണാൻ ഈസിയാണ്. എത്ര നമുക്ക് കിട്ടിയേ? 2πr/3. പക്ഷെ ഡിസ്പ്ലേസ്മെന്റോ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതെങ്ങനെ കാണും? ഇവിടെ വന്നു വെക്ടർ. നമ്മൾ എൻട്രൻസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു ഷോർട്ട് ഫോം ഉണ്ട്. എന്നറിയോ? ഡിസ്റ്റൻസ് ട്രാവൽ. ഇങ്ങനത്തെ കണക്കുകൾ സർക്കിളിനകത്ത് ഒരു ഡിഗ്രി തന്നിട്ടുണ്ടാവും. അവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇക്വേഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് d is equal to 2r sin θ/2. ഇതാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. എല്ലാത്തിനും പ്രൂഫ് ഉണ്ടാവുകയും. ഇതിന്റെ പ്രൂഫ് വെക്ടറിന്റെ ബേസിലാണ്. വെക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടുണ്ട് ഇല്ലേ? വീഡിയോ കാണണം. ഞാൻ ചെയ്യാം. ശ്രദ്ധിച്ചിരുന്നു. ഈ ബോഡി ആദ്യം ഇരുന്ന് എവിടെയാ? ഇവിടെ. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കുക. ഇവന്റെ ആദ്യത്തെ ഇനീഷ്യൽ വെക്ടർ r1 എന്ന് വേണേ വിളിക്കാം. ഇവൻ രണ്ടാമത്തെ എങ്ങോട്ടേ പോയിരുന്നേ? ഇവിടെ. അപ്പൊ ഇവന്റെ ഫൈനൽ പൊസിഷൻ വെക്ടർ പണിയാണ്. എ വെക്ടർ എന്ന് കൊടുക്കാം. എ വെക്ടർ പി വെക്ടർ കൊടുക്കാം. പി വെക്ടർ, ഇത് ക്യൂ വെക്ടർ. ഇവന്റെ ഫൈനൽ പൊസിഷൻ വെക്ടർ അതാ ഇത്. ഇത് എങ്ങനെയാ പോന്നെ? ഇങ്ങനെയല്ലേ. പിന്നെ ഞാൻ വെക്ടർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കുക. എന്ത്? ആർ വെക്ടർ. കേട്ടോ? ആർ വെക്ടർ. ആലോചിച്ച് ഞാൻ വെക്ടറിന്റെ ഭാഗം ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. ഒരു എ വെക്ടർ ഉണ്ട്, ഒരു ബി വെക്ടർ ഉണ്ട്. ഇവർ തമ്മിൽ കൂട്ടണമെങ്കിൽ ഞാൻ ട്രയാങ്കുലർ മെത്തേഡ് വഴി ബി വെക്ടറിനെ ആദ്യം വരച്ചു, ഇവനെ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചു, എ വെക്ടറിനെ. അങ്ങനെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഈ സാധനം റിസൾട്ട് എന്ന് പറഞ്ഞത് ബി വെക്ടർ പ്ലസ് എ വെക്ടർ. വേണേ പേര് മാറ്റി കൊടുത്തു. ഇത് എ വെക്ടർ കൊടുത്തു, കാരണം അടിയിലൊക്കെ നമ്മൾ സാധാരണ എ വെക്ടറിൽ ഉപയോഗിക്കുന്നത്. ഇത് ബി വെക്ടർ കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇത് എ വെക്ടറായി, ഇത് ബി വെക്ടറായി. റിസൾട്ടിന് എന്നാ വരും? എ പ്ലസ് ബി വെക്ടർ. രണ്ടും സെയിം ആണ്. ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞൊക്കെ സെയിം വെക്ടറിന്റെ കാര്യത്തിൽ. ഈ ബി വെക്ടറിനെ ഇങ്ങനെ എഴുതാം. ആർ വെക്ടർ മൈനസ് എ വെക്ടർ. എ പ്ലസ് ബി ആണ് മക്കളെ ആർ വെക്ടർ, റിസൾട്ടന്റ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ ബി വെക്ടറിനെ എനിക്ക് ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ആർ മൈനസ് എ വെക്ടർ എഴുതാൻ മേലെ അതാണ് എഴുതേക്കുന്നത്. അതായത് നിങ്ങൾ നോക്കിയേ, ഒരു വെക്ടർ അതിന്റെ കൂടെ വേറൊരു വെക്ടർ ഉണ്ടെങ്കിൽ ഈ കിട്ടുന്ന വെക്ടർ കണ്ടോ, ഇതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ച ഇവനാണ് റിസൾട്ടന്റ്. ഇവനാണ് ഈ രണ്ടുപേരുടെയും സമ്മ്. എ പ്ലസ് ബി റിസൾട്ടന്റ് ആണ് എ പ്ലസ് ബി. ഇതൊക്കെ നമ്മൾ വെക്ടറിന്റെ ഭാഗത്ത് പഠിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ടൊരു വെക്ടർ ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു വെക്ടർ ഉണ്ട്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ വെക്ടർ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ക്യൂ വെക്ടർ ഈസ് ഈക്വൽ ടു പി വെക്ടർ പ്ലസ് ആർ വെക്ടർ. കണ്ടോ, ഒരേ ഡയറക്ഷനിലുള്ള വെക്ടർ തമ്മിൽ കൂട്ടുന്നതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടർ. അവൻ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇവന് കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇവൻ. അതാണ് ഇവിടുത്തെ അർത്ഥം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അതെങ്ങനെ ശരിയാവുന്നേ? ഇത് 6, ഇത് 6. ഈ 6ന്റെ കൂടെ ഇവനെ കൂട്ടുമ്പോ ഇത് കിട്ടുന്നോ? ഇയാൾ എന്താ പറയണേ? രണ്ടും സെയിം ആണ്. ഇപ്പൊ ഇവന്റെ കൂടെ വേറെ സാധനം കൂട്ടുമ്പോൾ എങ്ങനെ ഇവിടെ കിട്ടുന്നത്? മാഗ്നിറ്റ്യൂഡ് ഒക്കെ വെക്ടറാണേ, ഡയറക്ഷൻ കൂടി നോക്കണേ. അപ്പൊ അതുകൊണ്ട് നോക്കിയേ, ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ ആണിത്, ഈ വെക്ടർ. ഓക്കെ, നമുക്ക് പണിയാം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കാണണ്ടേ? അതായത് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഇവന്റെ മാഗ്നിറ്റ്യൂഡ്.
അപ്പൊ നമുക്ക് എത്രയാന്ന് നോക്കാം. 6 കാണണ്ടേ. അപ്പൊ p ഇങ്ങോട്ട് കൊണ്ടുപോകും. വെക്ടർ q മൈനസ് വെക്ടർ p ഇസ് ഈക്വൽ ടു 6 വെക്ടർ. എനിക്ക് മാഗ്നിറ്റ്യൂഡ് കാണണ്ടേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് q മൈനസ് p ആണ് എന്ത് 6 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്താ ചെയ്യണ്ടേ? 2 വെക്ടർ തന്നിട്ടുണ്ട്, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ 2 വെക്ടർ തമ്മിൽ കുറയ്ക്കാൻ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അഡീഷൻ. ഇക്വേഷൻ അറിയാം, പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ 2 വെക്ടർ തമ്മിൽ കുറയ്ക്കുന്നത് എങ്ങനെ നോക്കാൻ? അവിടെ നോക്കിയേ, എ മൈനസ് ബി വെക്ടർ ഇസ് ഈക്വൽ ടു എ. കുറയ്ക്കാൻ നമുക്ക് അറിയത്തില്ല, നമുക്ക് വെക്ടറിൽ അങ്ങനെ ഒരു ഭാഗമില്ല, ഇല്ലേ? ശരിയില്ലെന്നേ. കാരണം ഇവരെ നമുക്ക് പ്ലസ് മൈനസ് ബി വെക്ടർ ചെയ്താലോ. അപ്പൊ അഡീഷൻ ആയില്ലേ ഇതും. അപ്പൊ മൈനസ് എന്ന് നമുക്ക് അഡീഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. വാട്ട് ഈസ് എ പ്ലസ് മൈനസ് ബി വെക്ടർ? എന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2 വെക്ടർ തമ്മിൽ കൂട്ടിയാൽ എത്രയാ? എ വെക്ടർ പ്ലസ് ബി വെക്ടർ എത്രയാ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. വെക്ടറിന്റെ വീഡിയോ കാണാത്തവര് കാണണം കേട്ടോ. അപ്പൊ മൈനസ് ആണ് വരും, ഇവിടെ പ്ലസ് അല്ലേ? പ്ലസ് ആയതുകൊണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. മൈനസ് ബി ആണെങ്കിൽ എല്ലായിടത്തും മൈനസ് ബി കൊടുത്തു. മൈനസ് ബിന്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ തന്നെ. എ ഇൻറ്റു മൈനസ് ഓ, ഇവിടെ മൈനസ് ബി വന്നാൽ ഇവിടെ എന്ത് വരും? മൈനസ് വരും. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ക്യൂ മൈനസ് പി ആയിട്ടാണ് എന്ത് വരും? ക്യൂ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ മൈനസ് 2pq cos തീറ്റ. ക്യൂ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ. ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ്, ക്യൂ എന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര മക്കളെ? 6. ഇതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇത് റേഡിയസ് 6 എടുക്കുന്നത് ആർ സ്ക്വയർ പ്ലസ് പിന്റെ മാഗ്നിറ്റ്യൂഡ് ആർ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ആർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ ആർ കോസ് തീറ്റ. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ മൈനസ് അവിടെയും 2r സ്ക്വയർ കോസ് തീറ്റ. നോക്കി 2r സ്ക്വയർ മൈനസ് 2r സ്ക്വയർ കോസ് തീറ്റ. ഞാൻ 2r സ്ക്വയർ പുറത്തെടുക്കുക. 1 മൈനസ് കോസ് തീറ്റ. കൂട്ടണ്ടേ. വാട്ട് ഈസ് 1 മൈനസ് കോസ് തീറ്റ? ട്രിഗണോമെട്രി. നമ്മുടെ ട്രിഗണോമെട്രിയുടെ വീഡിയോയും നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കും. ഹാഫ് ആംഗിൾ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് കോസ് തീറ്റ ഈസ് റൂട്ട് ഓഫ് 2r സ്ക്വയർ 1 മൈനസ് കോസ് തീറ്റ എന്ന 2 സൈൻ തീറ്റ ബൈ 2. 1 minus cos theta is 2 sin square theta by 2. 2 4 r square sin square theta by 2. 4 എല്ലാ റൂട്ടിനകത്താണ്. 4ന്റെ റൂട്ട് 2, r സ്ക്വയറിന്റെ റൂട്ട് 6, sin square theta by 2ന്റെ sin theta by 2. ഇത് എന്തിന്റെ മാഗ്നിറ്റ്യൂഡാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് r വെക്ടർ. ഇവന്റെ കണ്ടുപിടിച്ച നമ്മള് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ വെക്ടർ, അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2r sin theta by 2. ഈ ഇക്വേഷൻ ശരിയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി ഏത് ഇക്വേഷനാ? 2r sin theta by 2. 2r എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്നാ 2r sin theta. ഡിസ്റ്റൻസ് ട്രാവൽ എന്നാ 2πr ഡിവൈഡ് ബൈ 3. അപ്പൊ അതിന്റെ റേഷ്യോ എടുത്താല് റേഷ്യോ 2πr by 3 all divided by 2r sin theta by 2. 2πr by 3 into 2r sin, ഇവിടെ തീറ്റ എത്ര മക്കളെ? 120 ഡിഗ്രി. 120 divided by 2 എന്നാ വരും? 2πr, r മെഡിക്കണം. 2π divided by 3 into 2 എത്രയാ? 6 sin 60 root 3 by 2. ആദ്യം 2 എന്ത് വരും? മുകളിലേക്ക്. അപ്പോൾ എന്ത് വരും? 2 into 2 4π divided by 6 root 3. ഒന്നിനേക്കാൾ കൂടുതൽ വരുമോ നോക്കി. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.7 റേഞ്ച് അല്ലേ? 1.7 into 6 7 2 10 3 12 ഒന്നിനേക്കാൾ കൂടുതൽ വരും. അപ്പോൾ നമ്മുടെ ആ കണക്ക്
ഏതാണ് ശരിയാണ്. നമ്മൾ പ്രീവിയസ് ഇയർ കണക്ട് ചെയ്യാം. മാർച്ച് 2011. ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഇൻ ദ ഫിഗർ the point P on a wheel of radius R is contact with the ground. ഞാൻ പടം വരയ്ക്കാം, അത് എഴുതാം. In the figure, the point P on a wheel of radius R is in contact with the ground. With the ground. What is the displacement of the point when the wheel rolls a half revolution? നമുക്ക് ചോദിച്ചേക്കുന്നത് ഈ സാധനം ഒരു വീലാണ്. ഈ വീല് ഒരു ഹാഫ് റെവല്യൂഷൻ ചെയ്താൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു രൂപ കോയിൻസോ അല്ലെങ്കിൽ വളയോ ഊരിട്ടേ ആമ്പിൾ തന്നെ ഇടാം. 1 രൂപ കോയിൻസൊക്കെ എടുത്ത് വെക്ക്. എന്നിട്ട് അടിയിൽ മുക്കി വെച്ചേക്കുന്ന പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്ക്. എന്നിട്ട് അതൊരു ഹാഫ് റെവല്യൂഷൻ, ഇതൊരു ഫുള്ള് കറങ്ങാന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി കറങ്ങി മുഴുവൻ ഇവിടെ വരെ വന്നിരിക്കും. ഫുള്ള് കറങ്ങിയിട്ട് ഇവിടെ വരാൻ പറ്റും. ഉരുട്ടി പോകും. ഇതാണ് എങ്കിൽ ഞാൻ അടിയിലെ പോയിന്റ് നോക്കി അതിങ്ങനെ കറങ്ങി കറങ്ങി ഫുള്ള് അവിടെ എത്താൻ വേണ്ടി തരണം. ഇതാണ് പി എങ്കിൽ ഇതാണ് പി. നമ്മൾ വെച്ചേക്കുന്ന ഫുള്ളല്ല, ഹാഫാണ്. അപ്പൊ ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ സാധനം പൊങ്ങി 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 ഈ പോയിന്റ് ഇടം വരെ എത്തും. ഇവിടം വരെ, ഇവിടം വരെ. നമ്മൾ വെച്ചേക്കുന്ന ഈ പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് റേഷ്യോ അല്ല കാണണ്ടേ, നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ വലുതേക്ക് വരയ്ക്കുവാണ്. ഈ സാധനം ഒരു ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞ ഇവിടം വരെ എന്ന് വിചാരിക്കാം കേട്ടോ. പി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാ? ഇവിടെ. നമ്മൾ ചോദിച്ചേക്കുന്നത് ഈ നീളം ഇത് എത്രയാണ് ചോദിച്ചേക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടല്ലേ ഇത് അയക്കുന്നത്. ഇത് 6 ആണെങ്കിൽ ഇത് എത്രയാ? 6. ഓക്കെ, നമുക്ക് ഈ നീളം കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. എടാ പിള്ളേരെ ഇങ്ങനെ നോക്കി, ഒരു സർക്കിളിനെ ഞാൻ ഒരിടത്തെ മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ നീട്ടി എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 2πr വരും അല്ലേ? അത് ഇവനൊരു ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞാൽ ഈ സഞ്ചരിച്ച ദൂരം എത്ര വരും നോക്ക്. ഈ സാധനം ഈ സർക്കിള് ഫുൾ റെവല്യൂഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന ഈ നീളമില്ലേ, അത് ആക്ച്വലി എന്നതാണ് ഈ പോയിന്റ് മുട്ടി ഈ പോയിന്റ് കൂടെ കറക്കം തോറും തൊട്ടടുത്ത പോയിന്റ് മുട്ടി അടുത്ത പോയിന്റ് മുട്ടി അത് മുട്ടി 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 അത് ഈ സർക്കിളിന്റെ ഫുൾ പോയിന്റ് മുട്ടിയ ഈ നീളമാണ് 2πr. അങ്ങനെയാണെങ്കിൽ ഈ നീളം എന്നാ വരും? ഹാഫ് റെവല്യൂഷൻ അല്ലേ ചെയ്തേ? അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് വരും? πr. ഇനി എളുപ്പമാണ് ഈ നീളം കാണാനായിട്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നീളം കാണാൻ വേണ്ടി റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ പ്ലസ് πr സ്ക്വയർ പ്ലസ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2r. 1r 2r 2r സ്ക്വയർ. ഇതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. റൂട്ട് ഓഫ് πr സ്ക്വയർ പൈ സ്ക്വയർ r സ്ക്വയർ പ്ലസ് 4r സ്ക്വയർ. r സ്ക്വയർ പുറത്തെടുത്തു. r സ്ക്വയർ ഇൻറ്റു പൈ സ്ക്വയർ പ്ലസ് 4. r സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ r ഇൻറ്റു പൈ സ്ക്വയർ പ്ലസ് 4. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2011 ചോദിച്ച ക്വസ്റ്റ്യൻ. നോക്കി, നമ്മൾ അത്യാവശ്യം പ്രോബ്ലംസ് ഒക്കെ നോക്കി അല്ലേ? നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ കണ്ടു. ഇത് പല രീതിയിലാകാം ഒരു ബോഡിക്ക്.
മോഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റോ ഡിസ്റ്റൻസ് ട്രാവലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഒരു ബോഡി ഇവിടെ ഇരിക്കുകയാണ്, ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ എന്തായി? നിങ്ങൾ നടക്കുക, നേരെ നടക്കുക, ഇവിടെ മാറി എത്തി അല്ലേ? ഞാൻ എക്സും വൈയിലും ആക്കി കാണിക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ബോഡി തുടക്കത്തിൽ ഇവിടെയായിരുന്നു. അവൻ 10 മീറ്റർ തെക്കോട്ട് പോയി അല്ലെ വടക്കോട്ട് പോയി. നീ ഇവിടെ വടക്കെടുക്കുക, നോർത്ത് എടുക്കുക. നോർത്ത് എത്ര മീറ്ററാ? ഒരു 20 മീറ്റർ. 10 മീറ്റർ 20 മീറ്റർ ഞാൻ മാർക്ക് ചെയ്തു, കുഴപ്പമില്ല. അല്ലെങ്കിൽ പറയാണ് 30 മീറ്റർ. നോക്കിയേ, ഇത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പൊ ഞാൻ വെസ്റ്റിലേക്ക് 20 മീറ്റർ പോയെന്നാ പറഞ്ഞു. അപ്പോൾ അതേ മനുഷ്യൻ സൗത്തിലേക്ക് 10 മീറ്റർ പോയി. അപ്പൊ സൗത്തിലേക്ക് 10 മീറ്റർ. ഇതേ മനുഷ്യൻ ഇപ്പൊ എവിടെയാ? ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഈ രണ്ട് സിറ്റുവേഷനിലും എനിക്ക് മോഷൻ പറയാൻ വേണ്ടി എനിക്ക് ഒന്നുകിൽ വൈ ആക്സിസ് അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ് ആക്സിസ്, ഒരു ആക്സിസ് മതി. ഇതിനെ പറയുന്ന പേരാണ് വൺ ഡൈമെൻഷണൽ മോഷൻ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ. എനിക്ക് ഒരു ആക്സിസ് മതി ഇതിന്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. ഇനി ഞാൻ പറയാണ്, ഒരു ബോഡി അല്ലെങ്കിൽ ഇതേ മനുഷ്യൻ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുക. അഥവാ വട്ടം കറങ്ങി നമ്മൾ അത്തം ഇടില്ലേ, വട്ടമല്ല, അതിന് ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുക. ഇവന്റെ മോഷൻ, ഇയാളുടെ മോഷൻ പറയണമെങ്കിൽ എനിക്ക് എത്ര ആക്സിസ് വേണം? ഒരേ സമയം ഇവിടെ നോക്കി, ഇയാൾ ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇയാൾ ഇങ്ങോട്ട് ഇവിടെ എത്തി. അപ്പൊ നോക്കി, ഇയാൾ ഇവിടെ വന്ന് ഇയാൾ ഇവിടെ വരെ എത്താൻ നേരത്ത് ഈ എക്സിലും മാറ്റം വന്നു, ഹൈറ്റിലും മാറ്റം വന്നു, വൈയിലും മാറ്റം വന്നു. ഇനി ഇയാള് ഇവിടം വരെ എത്തി. നോക്കി, ഇവിടുന്ന് ഈ പോയിന്റ് എത്താൻ നേരത്ത് ഇയാള് എക്സിൽ ഇത്രയും പോയിന്റ് മാറ്റം വന്നു, ഹൈറ്റിലോ വൈയില് ഇത്രയും പോയിന്റ് മാറ്റം വന്നു. അപ്പൊ ഇയാളുടെ ഈ ഒരു മോഷൻ പറയാനായിട്ട് എനിക്ക് എത്ര ആക്സിസ് വേണം? 2 ആക്സിസ് വേണം. ഇതിനെ പറഞ്ഞവരാണ് എന്ത്? 2 ഡയമെൻഷണൽ മോഷൻ. ഇനി ഇയാളിങ്ങനെ നടക്കുന്ന വട്ടം കറങ്ങുന്നതിനൊപ്പം ഇയാൾ ഇടയ്ക്ക് ചാടുന്നുമുണ്ട്, ഒരു പ്രത്യേകതരം ഭ്രാന്ത. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും പോരാത്തതിന് ഒന്നെങ്കിൽ ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിൽ വട്ടം കറങ്ങുന്നപ്പം ചാടുകയും കൂടിയാണ്. അപ്പോൾ എക്സും വൈയും മാറുന്നതിന്റെ കൂടെ ഇസഡും മാറും. എന്നെ പറഞ്ഞതാണ് എന്ത്? 3 ഡയമെൻഷണൽ മോഷൻ. നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യും, ഇങ്ങനെ പോയി കുഞ്ഞി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നേരെ ഒന്ന് പോകാൻ നേരത്ത് ഓക്കെ എത്രയൊക്കെയാ? എക്സും വൈയും മാത്രമേ മാറുന്നുള്ളൂ. ഇങ്ങനെ വന്നിട്ട് കറങ്ങി എടുക്കാൻ നേരത്തോ ഇങ്ങോട്ട് വളരെ ഇത്തിരി ഇതേ അവര്, അപ്പോഴോ എക്സും വൈയും ഇസഡും മാറുന്നുണ്ട്. അങ്ങനെ 3 ഡയമെൻഷണൽ മോഷൻ. ഒരു റൗണ്ടിലാണ് പോകുന്നതെങ്കിൽ അതിനെ പറയുന്നത് സർക്കുലർ മോഷൻ. ഇപ്പൊ നമുക്ക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി തരം മോഷൻ ഉണ്ട്. റെക്റ്റിലിനിയർ മോഷൻ, സർക്കുലർ മോഷൻ, ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്താ നോക്കി? ഓസിലേഷൻ. ഞാനൊരു പെൻഡുലം കിട്ടേക്കുക, ഞാൻ ഇവനിങ്ങനെ വലിച്ചു പൊക്കി പിടിച്ചത് ഇങ്ങോട്ട്, ഞാൻ കൈവിട്ടു, ഇവനെന്ത് ചെയ്യും? കിടന്നാടും അല്ലേ? ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാടുവാണെങ്കിൽ ഒരു മീൻ പോയിന്റ് ഇവിടെ അവസാനം എളുപ്പം നിൽക്കുക, ഇവിടെ ഇതിനെ പറഞ്ഞവരാണ് മീൻ പോയിന്റ്. അപ്പൊ മീൻ പോയിന്റിന് എബൌട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ റിപ്പീറ്റഡ് മോഷനെ പറഞ്ഞവരാണ് ഓസിലേറ്ററി മോഷൻ. അതിൽ തന്നെ ഒരു മീൻ പൊസിഷൻ എബൌട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുവാണെങ്കിൽ എന്നെ പറഞ്ഞവരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ഫോഴ്സ്, ഗ്രാവിറ്റി എവിടെ പിടിച്ചത് അവിടെ പിടിച്ച് വലിക്കുന്നത്. ഇവർ ഇങ്ങോട്ട് പോയാൽ ഗ്രാവിറ്റി പിടിച്ച് പിന്നെ വലിക്കും, അപ്പോൾ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ പിടിച്ച് വലിക്കും. ഒരു ഫോഴ്സ് അവനെ സെൻട്രൽ പോയിന്റിലേക്ക് പിടിച്ച് വലിക്കുക. എന്നെ പറഞ്ഞവരാണ് എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. മോഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയാൻ വേണം താനും. നമുക്ക് +1 മുഴുവൻ പഠിക്കാനുള്ളത്. അപ്പൊ നോക്കി, നമ്മൾ ഈ പാഠം 1 ഡയമെൻഷണൽ മോഷൻ, അതിനെ പറഞ്ഞ വേറൊരു പേരാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. കണ്ടോ, ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ, താഴേക്കും മുകളിലേക്കൊക്കെ. അതിന് എനിക്ക് ഒരു ആക്സിസ് മതി. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ മുഴുവൻ പഠിക്കുന്നത് എന്നതാ? 1 ഡയമെൻഷണൽ മോഷൻ, അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ.
അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മോഷനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ട്രാവലും പറഞ്ഞു, അതിൻ്റെ പ്രോബ്ലംസും ചെയ്തു. നമുക്കിനി അടുത്ത വീഡിയോയിൽ വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.